കുര്യന് തെറ്റിയോ എന്നുള്ളതാണ് ചോദ്യം. കുര്യന് തെറ്റിയെന്ന് മുതിർന്ന നേതാക്കൾ പറയുമ്പോഴും കുര്യൻ പറഞ്ഞതിൽ കാര്യമുണ്ട് എന്നാണ് എൻ്റെ പക്ഷം. ഞാനൊരു ചരിത്രം ഓർമ്മിപ്പിക്കാം. 1967 കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി അടുത്തൂൺ പറ്റിയ കാലം ഓർമ്മയുണ്ടല്ലോ. അന്ന് സപ്തകക്ഷി മുന്നണിയുടെ നേതൃത്വത്തിൽ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അന്നാണ് കേരള നിയമസഭയിലെ ഏറ്റവും കുറഞ്ഞ സീറ്റ് കോൺഗ്രസ് നേടുന്നത്. 9 സീറ്റാണ്. അന്ന് കെ കരുണാകരൻ എന്ന് പറയുന്ന ലീഡറിൻ്റെ ഉയർച്ച കണ്ട കാലമാണ്. 1967 അടുത്തൂൺ പറ്റിയ കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു നേതൃത്വം ഉണ്ടായിരുന്നു. ആ നേതൃത്വം എവിടെ നിന്ന് വന്നാണെന്നറിയാമോ? യൂത്ത് കോൺഗ്രസിൽ നിന്ന് വന്ന നേതൃത്വമായിരുന്നു. ആരൊക്കെയായിരുന്നു അവർ? AK ആൻ്റണി, ഉമ്മൻചാണ്ടി, വയലാർ രവി, AC ജോർജ്, ഈ പറയുന്ന നേതാക്കളെല്ലാം സദാസമയവും രാപ്പകലന്ത്യോളം നിന്ന് പണിയെടുത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി സജീവമായി പാർട്ടി ട്രാക്കിലേക്ക് കൊണ്ടുവന്ന ഒരു തലമുറയുണ്ടായിരുന്നു 1960-ൻ്റെ അവസാന പാദം. 1960-ലാണല്ലോ യൂത്ത് കോൺഗ്രസിൻ്റെ തുടക്കം. അവിടെ കേരളത്തിൽ തന്നെ AK ആൻ്റണിയാണല്ലോ ആദ്യത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി വരുന്നത്. AC ഷൺമുഖദാസ്, ഈ നേതാക്കന്മാരുടെ ഒരു വലിയ നിര അന്ന് യൂത്ത് കോൺഗ്രസിനെ സജീവമായി പാർട്ടി ചലിപ്പിക്കാനുണ്ടായിരുന്നു. കെ കരുണാകരൻ ഒറ്റയ്ക്ക് വിചാരിച്ചിട്ടല്ല, ഈ നേതാക്കളുടെ സാർത്ഥകമായിട്ടുള്ള പരിശ്രമമാണ്. അന്ന് 1968 പാലക്കാട് വെച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു സമ്മേളനം നടക്കുന്നുണ്ട്. ആ സമ്മേളനത്തിൽ ഒരു പ്രമേയം അവതരിപ്പിക്കുന്നു. രാജ്യം നേരിടുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ അന്ന് AC ജോർജ് എഴുതി തയ്യാറാക്കി മറ്റുള്ള യൂത്ത് കോൺഗ്രസിലെ നേതാക്കൾ അവതരിപ്പിച്ച ആ പ്രമേയത്തിലെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളുണ്ട്. എന്താണെന്നറിയാമോ? 1, ബാങ്കിൻ്റെ ദേശസാൽക്കരണം, സ്വകാര്യ ബാങ്കുകളുടെ ദേശസാൽക്കരണം നടപ്പിലാക്കണം. പ്രിവി പേഴ്സുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർക്കാർ ഖജനാവിൽ നിന്ന് കോടികൾ ചിലവാക്കുന്നത് തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. തീർന്നില്ല, സ്വകാര്യ വനഭൂമികൾ ദേശസാൽക്കരിക്കണം. ഇന്ത്യയുടെ അതേപോലെ കോമൺവെൽത്ത് സമ്പത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇന്ത്യ നിലപാട് വ്യക്തമാക്കണം. അതുമായി കോമൺവെൽത്ത് ബന്ധം ഉപേക്ഷിക്കണം തുടങ്ങി ഒരുപാട് ദേശീയ വിഷയങ്ങളാണ് ഈ യൂത്ത് കോൺഗ്രസ് അന്നത്തെ പ്രമേയത്തിൽ അവതരിപ്പിക്കുന്നത്. ഇന്നിപ്പോൾ യൂത്ത് കോൺഗ്രസിൽ അവതരിപ്പിക്കാൻ ഒരു ദേശീയ പ്രമേയമുണ്ടോ? എൻ്റെ ഒരൊറ്റ ചോദ്യമാണ്. കാര്യം ഇത് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ്സിന് കേരളത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കുക, വീണ ജോർജ് രാജിവെക്കുക എന്നീ മുദ്രാവാക്യങ്ങൾക്കപ്പുറത്തേക്ക് പോകാൻ കഴിയാത്തത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ചരിത്രത്തിൽ നിന്ന് നാം തേടുന്നത്. നോക്കൂ, 1970-കളിൽ ഇന്ദിരാഗാന്ധി പിന്നീട് ഈ പറയുന്ന പലതും അവരുടെ പ്രധാനപ്പെട്ട പോളിസിയാക്കി മാറ്റി. ദേശീയ തലത്തിൽ തന്നെ നിലനിൽക്കുന്ന ആശയങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യുവ നേതൃത്വം ഉണ്ടായിരുന്നു. ദേശീയമായിട്ടുള്ള പ്രതികരണം അവിടെ ഉണ്ടായിരുന്നു. അതല്ലാതെ ആ സമയത്ത് സപ്തകക്ഷി മുന്നണിക്കെതിരെ റോഡിൽ സമരം നടത്താൻ മാത്രമല്ല AK ആൻ്റണിയും വയലാർ രവിയും തയ്യാറായിരുന്നത്. ഇവിടെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും ലക്ഷ്യം പതറിപ്പോകുന്നത്. ഇനി നമുക്ക് ആ പ്രസംഗത്തിലേക്ക് തിരിച്ചു വരാം. ഇതിൻ്റെ പശ്ചാത്തലം ഞാൻ സൂചിപ്പിച്ചതാണ്. എന്തിനെയാണ് യൂത്ത് കോൺഗ്രസിനെയും KSUവിനെയും കോൺഗ്രസ് ഉപയോഗിക്കുന്നത്? യഥാർത്ഥത്തിൽ ഒരു രണ്ടാം നിരയെ കെട്ടിപ്പടുക്കാൻ മാത്രമല്ല, ആ പാർട്ടിയുടെ ആശയങ്ങളെ സാധാരണ ജനങ്ങളിലേക്ക് എത്തത്തക്ക വിധത്തിൽ പാർട്ടി വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കേണ്ട, പാർട്ടിയുടെ ആശയവിനിമയത്തിന് ഉപയോഗിക്കേണ്ട, പാർട്ടിയിലേക്ക് ആളെ തന്നെ ചേർക്കേണ്ട, ബാലസംഘം മുതൽ എങ്ങനെയാണോ ഇടതുപക്ഷം തങ്ങളുടെ പാർട്ടിയിലേക്ക് പ്രവർത്തകരെ ചേർക്കുന്നത്, സമാനമായ രീതിയിൽ പാർട്ടിയിലേക്ക് ജനങ്ങളെ അടുപ്പിക്കേണ്ട പരിപാടികൾ സംഘടിപ്പിക്കേണ്ട യുവ നേതൃത്വമാണ്. ആ യുവ നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്ന പരിപാടികളെക്കുറിച്ച് ഞാൻ പറയാം. അതിനു മുമ്പ് ആ പ്രസംഗത്തിൻ്റെ വെർബാറ്റ് നമുക്കൊന്ന് കേട്ടു നോക്കാം. എവിടെയാണ് PJ കുര്യൻ തെറ്റു പറഞ്ഞത്? എന്തെല്ലാം എതിർപ്പുകൾ ഉണ്ടെങ്കിലും അവരുടെ സംഘടന എത്ര ശക്തമാണ്, ശരിയല്ലേ? നോക്കൂ, നമ്മുടെ ഈ കേരള സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു യുവജന സംഘടനയുടെ തിരഞ്ഞെടുപ്പ് കോടതി കയറിയിട്ടുണ്ടോ? ആ കയറിയിട്ടുള്ളത് യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയുടെ മാത്രം തിരഞ്ഞെടുപ്പല്ലേ? എന്തിനാ കയറിയത്? 4 പേര് പറഞ്ഞ കേട്ടാൽ ആളുകൾക്ക് അഭിമാനിക്കാവുന്ന കേസിലാണോ കയറിയത്? വ്യാജരേഖ കേസ് എങ്ങനെയാണ് വന്നത്? ഐഡൻറ്റിറ്റി കാർഡ് ആരാ നിർമ്മിച്ചത്? ആരുടെയൊക്കെ പേരിലാണ് വന്നത്? തലയുടെ അടക്കം അജിത്തിൻ്റെ അടക്കം വ്യാജ ID കാർഡുകൾ ഇവിടെ എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ചില നേതാക്കളെങ്കിലും ആ നേതാക്കളുമായി ചേർന്ന് നിൽക്കുന്നവരെങ്കിലും റിസർച്ച് ചെയ്തില്ലേ? കോടതി കേസ് വന്നില്ലേ? പോലീസ് കേസെടുത്തില്ലേ? FIR ഇട്ടില്ലേ? അതും വ്യാജരേഖ കേസ്. ഇന്നും ആ പാർട്ടി, ആ സംഘടന അറിയപ്പെടുന്നത് നിർഭാഗ്യവശാൽ ആ വ്യാജരേഖയുടെ പേരിലായി മാറുന്നത് എനിക്ക് വിഷമമുണ്ട് ജിമ്മി. കാരണം യൂത്ത് കോൺഗ്രസിൻ്റെ കേരളത്തിലെ ചരിത്രം അങ്ങനല്ല. PC വിശ്വനാഥും ഒരു പരിധിവരെ ഷാഫി പറമ്പിലും അതിനു മുമ്പ് AK ആൻ്റണിയും ഈ പറയുന്ന മുതിർന്ന നേതാക്കൾ കാർത്തികേയനും അങ്ങനെ മുല്ലപ്പള്ളി രാമചന്ദ്രനും ഡീൻ കുര്യാക്കോസും ഇവരൊക്കെ നയിച്ചു വന്ന സംഘടനയാണ്. ആ സംഘടന ഈ പരുവത്തിലാക്കി മാറ്റിയതാരാ? 4 പേര് കേട്ട ചിരിക്കുന്ന ഏതെങ്കിലും കേസാണോ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ പേരിൽ ആദ്യം ഈ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസ്? അപ്പോൾ സംഘടനയുടെ കാര്യത്തിൽ PJ കുര്യൻ പറഞ്ഞത് എങ്ങനെയാണ് നമുക്ക് തെറ്റാണെന്ന് പറയാൻ കഴിയുക? ഇന്നലെ SFIയുടെ സമരം നിങ്ങൾ കണ്ടില്ലേ? യൂണിവേഴ്സിറ്റിയിൽ ചെന്ന് അഗ്രസീവായ യൂത്തിനെ അവർ അവരുടെ കൂടെ നിർത്തുന്നു. നമുക്ക് അഗ്രസീവ് ഒന്നും വേണ്ട, ഒരു മണ്ഡലത്തിൽ നിന്ന് 25 പേരെ കൊണ്ടുവന്നാൽ മതി. PJ കുര്യൻ്റെ സ്വന്തം പഞ്ചായത്താണ്, ഈ സ്വന്തം ഗ്രാമപഞ്ചായത്തിൽ അവിടെ
14 പേര് മാത്രമാണ് യൂത്ത് കോൺഗ്രസിലുണ്ടായിരുന്നത്. അവിടെ ഒരു അധ്യക്ഷനെ പോലും ആ മണ്ഡലം പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് ചരിത്രം. സ്വന്തം പഞ്ചായത്തിൽ പോലും ഒരു മണ്ഡലം പ്രസിഡന്റിനെ കണ്ടെത്താൻ യൂത്ത് കോൺഗ്രസിന് സാധിച്ചിട്ടില്ല എന്ന് പി ജെ കുര്യൻ അറിയാം. എന്നിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റിനെ വല്ലപ്പോഴും ടി വിയിലൊക്കെ കാണാം. 25 ചെറുപ്പക്കാരെയെങ്കിലും ഉണ്ടാക്കാൻ കഴിയണം ഓരോ മണ്ഡലത്തിലും. ഇതാണ് പി ജെ കുര്യൻ പറഞ്ഞത്. ശരിയല്ലേ? പാർട്ടി എങ്ങനെയാണ് സംഘടന പ്രവർത്തിക്കുന്നത്? സംഘടന പ്രവർത്തിക്കുന്നത് ഒരു പ്രത്യേക വിഷയം വരുന്ന സമയത്ത് ആളുകൾ വണ്ടി പിടിച്ച് ഒരു ടൂറിസ്റ്റിന് ഒരു ട്രിപ്പിന് പോകുന്നത് പോലെ വന്ന് നഗരത്തിലെത്തി വലിയ രീതിയിൽ സമരം ചെയ്യുന്നതല്ലല്ലോ സംഘടനയുടെ പ്രവർത്തന രീതി. അതിന് കൃത്യമായ ദിശാബോധം ഉണ്ടാവണ്ടേ, പ്രവർത്തിക്കുന്നൊരു പോളിസി ഉണ്ടാവണ്ടേ. എൻ്റെ ഒരു ഒറ്റ ചോദ്യമേ ഉള്ളൂ. കഴിഞ്ഞ കുറച്ച് നാളുകളിലെ സമരങ്ങൾ നമുക്കൊന്ന് താരതമ്യം ചെയ്ത് നോക്കാൻ ജിമ്മി. വളരെ എളുപ്പം താരതമ്യം ചെയ്യാവുന്നതാണ്. ഈ DYFIയുടെയും SFIയുടെയും ചില സമരങ്ങൾ എടുത്തു നോക്കിയാൽ അതിൽ ചില സമരങ്ങളുടെ സ്വഭാവം കാണാം. ഒരു മനുഷ്യച്ചങ്ങല DYFI ഉണ്ടാക്കി. തൊഴിലില്ലായ്മയ്ക്കും റെയിൽവേയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുമായി ബന്ധപ്പെട്ടായിരുന്നു കേരളം കണ്ട വലിയ ഒരു മനുഷ്യച്ചങ്ങലയായിരുന്നു അത്. സമാനമായ ഏതെങ്കിലും ദേശീയ വിഷയത്തിൽ നിങ്ങൾ യൂത്ത് കോൺഗ്രസിൻ്റെയോ KSUവിൻ്റെയോ കേരളം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമരപരിപാടി കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരെണ്ണം ദേശീയ വിഷയത്തിൽ ഒരെണ്ണം പറഞ്ഞാൽ മതി, ഏതെങ്കിലും ഒരു വിഷയത്തിൽ. രണ്ടാമത്തത്, മോദിജി വേർ ഈസ് മൈ ജോബ് എന്ന് 2 ദിവസത്തെ കേന്ദ്ര സർക്കാരിൻ്റെ ഓഫീസുകൾ ഉപരോധിച്ചുകൊണ്ടുള്ള സമരം DYFI സംഘടിപ്പിച്ചില്ലേ? വലിയ നേതാക്കൾ അറസ്റ്റിലായില്ലേ? അഗ്നിപഥ്, ഈ രാജ്യത്തെ ചെറുപ്പക്കാരുടെ സുരക്ഷ, ചെറുപ്പക്കാരുടെ ജോലി സുരക്ഷ, സൈന്യത്തിൻ്റെ വീര്യം, അതേപോലെ തന്നെ സാമൂഹിക ഘടനയൊക്കെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള അഗ്നിപഥ് വരുന്ന സമയത്ത് രാജ്യവ്യാപകമായ പ്രതിഷേധം സംഘടിപ്പിച്ചത് DYFI എന്ന സംഘടനയല്ലേ? വിലക്കയറ്റത്തിനെതിരെയും റെയിൽവേ തടയൽ സമരവുമായി മുന്നോട്ട് പോയ സംഘടന DYFI അല്ലേ? പുതുച്ചോറി ക്യാമ്പയിൻ, നേരത്തെ പറഞ്ഞു ജിമ്മി, ലഹരിയാകാം കളിയിടങ്ങളുടെ മറ്റൊരു ക്യാമ്പയിൻ. അതേപോലെ ഈ വയനാട് ചൂരൽമലയിൽ 20,50,00,000 രൂപയാണ് 100 വീട് വെച്ച് കൊടുക്കാനുള്ള പണം സർക്കാരിൻ്റെ ഖജനാവിലേക്ക് ഒരു പരാതിയുമില്ലാതെ, ഒരു സെക്രട്ടറിയെയും ഒരു പ്രസിഡന്റിനെയും നീക്കം ചെയ്യാതെ, ആരെയും സസ്പെൻഡ് ചെയ്യാതെ കൃത്യമായിട്ട് കൊടുത്തില്ലേ? നോക്കൂ, മറുഭാഗത്ത് ഇതേ കാര്യമാണല്ലോ യൂത്ത് കോൺഗ്രസ് ചെയ്തത്. ശരിയാണ്, യൂത്ത് കോൺഗ്രസിൻ്റെ കാര്യത്തിൽ കോൺഗ്രസും പിരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസ് വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ വിഹിതം വേറെ വന്നേക്കാം. പക്ഷേ എങ്കിൽ പോലും മാനം മര്യാദയ്ക്ക് ഒരു പിരിവ് പോലും പൂർത്തിയാക്കാൻ പറ്റൂലേ? തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ നിങ്ങൾ എങ്ങനെ DYFIയും യൂത്ത് കോൺഗ്രസിനെ സമീകരിക്കാൻ പറ്റുക? ഒരു ഭാഗത്ത് കേസ്, മറുഭാഗത്ത് ആ പാർട്ടിയുടെ പ്രവർത്തനം നടക്കുന്നു. ഓരോ തവണയും പാർട്ടിയുടെ സമ്മേളനം നടക്കുന്നത് എത്ര ചിട്ടയായിട്ടാണ് ഒരു ഭാഗത്ത്. അതൊരു കേഡർ സ്വഭാവമുള്ളൊരു സംഘടനയാണ്. അതാണ് പി ജെ കുര്യൻ പറഞ്ഞത്. അതിൽ എന്താണ് ശരികടന്ന് എനിക്ക് ഇനിയും മനസ്സിലാവുന്നില്ല. പി ജെ കുര്യൻ്റെ വാസ്തവമല്ലേ പറഞ്ഞത്? കേഡർ സ്വഭാവമുള്ളൊരു സംഘടന പ്രവർത്തിക്കുമ്പോൾ അതിന് ചിട്ടവട്ടങ്ങൾ ഉണ്ടാവും. അതില്ലാതെ പ്രവർത്തിക്കുന്ന സംഘടനയ്ക്ക് മാന്യമായെങ്കിലും പ്രവർത്തിക്കാൻ കഴിയണം. അതാണ് പി ജെ കുര്യൻ പറഞ്ഞത്. ഇനി പലസ്തീൻ വിഷയത്തിലടക്കം പ്രതിഷേധിച്ചില്ലേ? അതേപോലെ ഈ സെൻസർ ബോർഡുമായി ബന്ധപ്പെട്ട വിഷയം കണ്ടോ നമ്മൾ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ? എവിടെയെങ്കിലും വലിയ രീതിയിൽ അലവലുകൾ 4-5 ആളുകൾ ചേർന്നോ അല്ലെങ്കിൽ 10-20 പേര് ചേർന്ന് ഒരു തെരുവിൽ ഒരു വലിയ പ്രതിഷേധം നടത്തിയാൽ പോലും അതൊരു പ്രതിഷേധമാണെന്നേ. അതൊരു വലിയ അലകടൽ ഇളകി വരുന്നത് പോലെയുള്ള ഒരു പ്രതിഷേധമൊന്നും വേണ്ട. സമൂഹത്തെ ബാധിക്കുന്ന ദേശീയ വിഷയങ്ങളെ മുൻനിർത്തിയുള്ള സമരം. നോക്കൂ, DYFI സംഘടിപ്പിച്ചൊരു വലിയ പരിപാടിയുണ്ട്, ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്ത ഏറ്റവും വലിയ യുവജന സംഘടന സംഘടിപ്പിച്ച പരിപാടികളിൽ ഒന്നാണ്. ഒരു സാംസ്കാരിക പരിപാടിയാണ്. സമാനമായ ഒരു പരിപാടി യൂത്ത് കോൺഗ്രസിന് ആവിഷ്കരിക്കാൻ സാധിക്കൂ? ഞാൻ വെല്ലുവിളിക്കുക. സാധിച്ചിട്ടുണ്ടോ? ലിറ്ററേച്ചർ ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് അരുന്ധതി റോയിയെ വന്നത് 2 പതിറ്റാണ്ടിന് ശേഷം CPMുമായി ബന്ധം ഉപേക്ഷിച്ചു പോയ അരുന്ധതി റോയിയെ തിരികെ കൊണ്ടുവന്നു DYFIയുടെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ. സാധിക്കുമോ? അതേപോലെ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ, ഇതൊരു പുതിയ ആശയമാണ്. ഒരേ സമയം സമരവും അതേസമയം ആശയവും കൊണ്ടുവരുന്നു. ഏറ്റവും ഒടുവിൽ ജിമ്മി പറഞ്ഞ വിഷയങ്ങൾ. ഭാരതാംബ വിഷയത്തിൽ ആരാണ് ആദ്യം ഇറങ്ങേണ്ടിയിരുന്നത്? ഭാരതാംബ വിഷയത്തിൽ ഇറങ്ങേണ്ടിയിരുന്നത് യൂത്ത് കോൺഗ്രസ് അല്ലേ? ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന് ഇറങ്ങാൻ പറ്റാതെ പോയത്? യൂത്ത് കോൺഗ്രസ് സമരമായിട്ട് ഇറങ്ങിയാൽ അപ്പുറത്ത് VD സതീശൻ ഭാരതാംബയുടെ മുന്നിൽ വിളക്ക് കത്തിക്കുന്ന ചിത്രം വരും. അതാണ് പ്രശ്നം. ആ പ്രശ്നമുള്ളത് കൊണ്ട് യൂത്ത് കോൺഗ്രസ് സ്വയം കുരുക്കിലായി. യൂത്ത് കോൺഗ്രസിന് ആ സമരത്തിൽ തൊടാൻ പറ്റുന്നില്ല. യൂത്ത് കോൺഗ്രസ് അഴകുഴമ്പൻ ന്യായം പറഞ്ഞു. എന്നിട്ടൊരു പുതിയ കണ്ടുപിടുത്തം കൂടി കൊണ്ടുവന്നു. എന്താ കണ്ടുപിടുത്തം? ഇതൊരു സർക്കാർ സ്പോൺസർ സമരമാണത്രേ. അതാണോ നമ്മൾ കണ്ടത്? യൂണിവേഴ്സിറ്റിയിൽ SFIയും DYFIയും നടത്തിയ സമരത്തെ അങ്ങനെ നമുക്ക് അത് അടച്ചാക്ഷേപിക്കാൻ പറ്റൂ? ഞാൻ ആ സമരത്തിന് ഐക്യപ്പെടുന്നയാളാണ്. കാരണം അതൊരു വലിയ ദേശീയമായ ഒരു വിഷയത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള സമരം കൂടാ. അതൊരു വലിയ ക്യാമ്പയിനായി മാറ്റാൻ RSS കൊണ്ടുവരുന്നൊരു പരിപാടിയാണ്. അതിനെ എതിർക്കേണ്ടത് ഇവിടുത്തെ ചെറുപ്പക്കാരല്ലേ? എന്തുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിനും KSUവിനും അതിനെതിരെ വ്യാപകമായ ഒരു സമരം സംഘടിപ്പിക്കാൻ പറ്റാതെ പോകുന്നതിൻ്റെ കാരണം കുരുക്കിലാകുമെന്നുള്ളത് കൊണ്ടാണ് ജിമ്മി. അതല്ലാതെ അവർക്ക് ആളെ സംഘടിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ടല്ല. കാര്യം ഈ വിഷയത്തിൽ അവർക്ക് ആത്മാർത്ഥമായിട്ട് ആ വിഷയം അവതരിപ്പിക്കാൻ പറ്റില്ല. അതിൻ്റെ പ്രശ്നം അവിടെ കിടക്കുന്നു. അതേപോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാലുകഴുകൽ, പാദപൂജയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ KC വേണുഗോപാൽ ഇന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഗവർണർക്കെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ടല്ലോ. ഈ വിഷയത്തിൽ രാജ്ഭവനിലേക്ക് ശക്തമായൊരു മാർച്ച് KSU നടത്താത്തത് എന്താ? എന്തുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് വീണ ജോർജ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്ന അതേ വാശിയും അതേ താല്പര്യവും ഗവർണറുടെക്കെതിരെ കാണിക്കാത്തത് എന്തുകൊണ്ടാണ്? അപ്പോൾ നമ്മൾ 2 തരത്തിലും നോക്കൂ. ഞാനിപ്പോൾ കരുതുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ സുവർണ കാലമാണിത്. 2 തരത്തിൽ നിങ്ങൾക്ക് പ്രതിഷേധിക്കാം. ഒന്ന്, സംസ്ഥാനത്തെ
ഇപ്പോഴത്തെ സർക്കാരിനെതിരെ നിങ്ങൾക്ക് പ്രതിഷേധിക്കാം. ഞാൻ ആ സമരത്തെ പൂർണ്ണമായും പിന്തുണച്ചയാളാണ്. സർക്കാരിൻ്റെ രക്ഷാപ്രവർത്തനം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞ് അന്നത്തെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നടന്ന അതിക്രമങ്ങളിൽ യൂത്ത് കോൺഗ്രസ്സുകാർ ഒരുപാട് അടി വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. പക്ഷേ അവരന്ന് നടത്തിയ പ്രതിഷേധങ്ങളെ ഞാൻ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കണ്ടത്. പക്ഷേ അത് അവിടെ കെട്ടുപോകുന്നതാണ് കാണുന്നത്. പിന്നീട് കാണുന്നത് എവിടെയാണ്? വീണ ജോർജുമായി ബന്ധപ്പെട്ട സമരം വരുമ്പോൾ, PV അൻവറിൻ്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റിൽ നടക്കുന്ന സമരം വരുമ്പോൾ വലിയ രീതിയിൽ ആളെ കൂട്ടുന്നു. ആശാ വർക്കർമാരുമായി ബന്ധപ്പെട്ട് സമരം ഐക്യപ്പെടുന്ന സമരം കാണുന്നു. അതായത് ദേശീയ തലത്തിലുള്ള ഒരു വിഷയത്തിലും ആ രീതിയിൽ ആത്മാർത്ഥമായി പ്രതികരിക്കാൻ കഴിയാതെ പോകുകയും സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ മാത്രം സെലക്റ്റീവായി പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു സംഘടനയായി യൂത്ത് കോൺഗ്രസ് മാറുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. എന്തുകൊണ്ടാണ് SFIക്കും DYFIക്കും ആളെ കൂട്ടാൻ പറ്റുന്നത്? ഈ വിഷയം കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണർ പോയി ഒരു യുദ്ധപ്രഖ്യാപനം നടത്തിയല്ലോ. ആരുമായിട്ടാണ് യുദ്ധപ്രഖ്യാപനം നടത്തിയത്? SFIയുമായിട്ടാണ്. അന്ന് ആർഷോ എന്ന് പറയുന്ന നേതാവിനെ നമ്മൾ കണ്ടില്ലേ? ഇപ്പോൾ ശിവപ്രസാദ് എന്ന് പറയുന്ന നേതാവിനെ നമ്മൾ കാണുന്നില്ലേ? എന്തുകൊണ്ടാണ് KSUവിലെ അലോഷ്യസ് സേവ്യർ എന്ന് പറയുന്ന ഒരു നേതാവിനെ നമ്മൾ കാണാത്തത്? സമരമില്ല സാർ. സമരത്തിൽ അലക്കടൽ പോലെ ആളുകൾ ഇളകി വരണം. ആ സമരത്തിൽ നേതൃത്വം കൊടുക്കാൻ ഒരു സാഹചര്യം ഉണ്ടാവണം. ആ സാഹചര്യം ഉണ്ടാവുമ്പോഴാണ് നമ്മൾ അവിടെ ഒരു നേതാവ് വരുന്നു എന്ന് പറയാനുള്ള കാരണം. 9 വർഷമായി സമരത്തിൽ 100-200 കേസുകളുണ്ടെന്ന് നേതാക്കൾ പറയുന്നു. നേതാക്കൾ പറയുന്നു വാറണ്ട് ഒഴിവാക്കാൻ സ്വന്തം കയ്യിൽ നിന്ന് 21,000 രൂപ കൊടുക്കേണ്ടി വന്ന ഒരു ഗതികേട് നേതാവ് പറഞ്ഞു. പാർട്ടിയിൽ നിന്ന് കിട്ടില്ല. എല്ലാ കാലത്തും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ വാറണ്ട് ഉണ്ടാവുകയും കേസ് ഉണ്ടാവുകയും ജയിലിൽ കിടക്കുകയായിട്ട് ജയിലിൽ കിടക്കുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത്. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, KSU ആണെങ്കിലും യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും ദേശീയ ഗവൺമെന്റിനെതിരെ ഈ സംഘപരിവൽക്കരണത്തിനെതിരെ പ്രതികരിച്ച നമ്മളൊക്കെ കണ്ട ഒരു വിഷയം പറയൂ. KSU എത്ര യൂണിവേഴ്സിറ്റിയിൽ KSU യൂണിയൻ ഉണ്ട്? എന്താ ഇല്ലാത്തത്? ഉണ്ട്. എന്താ ഇല്ലാത്ത? എത്ര കോളേജുകളിലുണ്ട് യൂണിയൻ? എന്താ ഇല്ലാത്തത്? ഉണ്ടെന്ന്. കാണാത്തത് അലോഷ്യസിന്റെ കാലത്താണ് കേസ് ഏറ്റവും അധികം വിജയിച്ചിട്ടുള്ളത്. കാണാത്തത് ക്യുസാറ്റിലുണ്ട്, ആരോഗ്യ സർവകലാശാലയിലുണ്ട്, കാലിക്കറ്റിലുണ്ട്. ഏത് സമരത്തിൽ? ഗവർണർക്കെതിരെയുള്ള സമരത്തിൽ KSU പ്രവർത്തകരെ നമ്മൾ കണ്ടതല്ലേ, നമ്മൾ വാർത്ത കൊടുത്തതല്ലേ, നമ്മൾ കണ്ടതല്ലേ. ആ സെനറ്റ് അന്നത്തെ ആ പരിപാടിക്ക് KSU പ്രവർത്തകർ അവിടെ വന്ന് നിൽക്കുമ്പോൾ അവരെ RSS പ്രവർത്തകർ മർദ്ദിക്കുകയായിരുന്നു. KSU പ്രവർത്തകർ ആ സമരത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഭാരതാംബ വിഷയത്തിൽ SFIയും DYFIയും നടത്തിയ സമരം പോലെ RSS പ്രവർത്തകരെ മർദ്ദിച്ചത് പുറത്തു നിന്നിട്ടല്ലേ അന്ന് സമരം ചെയ്തത്. അന്ന് അവരുണ്ടെന്നേ. നിങ്ങൾ എന്തെങ്കിലും പറയുന്നത് വിഷയത്തിൽ ഇവിടെ SFIയും DYFIയും അല്ലല്ല ഭാരതാംബ വിഷയമൊക്കെ പ്രധാനം തന്നെ. ആ സമരം ശക്തിപ്പെടുത്തുക എപ്പോഴാണ് ശക്തിപ്പെടുന്നത്? അപ്പുറത്ത് ആരോഗ്യമന്ത്രിക്കെതിരെ വിഷയം ശക്തമായപ്പോഴാണ്. അല്ലല്ല അതൊക്കെയുണ്ട്. രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അതൊക്കെയുണ്ട്. അവിടെയാണ് ഇതിന്റെ കൗതുകം. ഭാരതാംബ വിഷയത്തിൽ ശരി, വീണ ജോർജിനെതിരെയുള്ള സമരം കഴിഞ്ഞല്ലോ, ആ സമരം വരുന്നുണ്ടല്ലോ. ഇപ്പൊ എന്താ KSUവിനും സമരത്തെ നിങ്ങൾ എന്താണ് ആ സമരം ഈ സമരം ചെയ്യുന്നത് എങ്ങനെ പറയുക? യൂത്ത് കോൺഗ്രസിന് എന്തുകൊണ്ടാണ് DYFI സംഘടിപ്പിച്ചതുപോലെ ഒരു ഗവർണർ രാജ്ഭവൻ മാർച്ച് സംഘടിപ്പിക്കാൻ പറ്റാതെ പോയി? അവർ നിങ്ങൾ നിശ്ചയിക്കുന്നതാണോ അവരുടെ സമരം? അവർക്ക് നിശ്ചയിക്കുന്നുണ്ട്. അവർ നിശ്ചയിച്ച സമരം വിജയിച്ചുകൊണ്ടല്ലേ? ഒരു മിനിറ്റ്, ഇവിടെ ഭരിക്കുന്നത് 9 വർഷമായി ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷമാണ്. ഇടതുപക്ഷത്തിനെതിരെയാണ് അവർ സമരം ശക്തിപ്പെടുത്തുക. സ്വാഭാവികമായിട്ടും അത് അവിടെ ചെയ്യുന്നുണ്ടല്ലോ. അവിടെ രാഹുൽ ചെയ്യുന്നില്ലേ? അത് മതിയൊന്നല്ല. ഇവിടെ ഗവർണറുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കേണ്ട സമയങ്ങൾ പ്രതികരിക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ ഇവിടെ ഗവർണറും സർക്കാരും ഒത്തു പ്രവർത്തിക്കുന്നു എന്ന വിമർശനം ഇവിടെ ആരാണ് ഉന്നയിക്കുന്നത്? സെലക്റ്റീവായ സമരങ്ങളിൽ KSUയും SFIയും വരികയും KSUയും യൂത്ത് കോൺഗ്രസും വരികയും ആ പരാജയങ്ങൾ ദയനീയമായി പരാജയപ്പെട്ട് വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടു പോവുകയും ചെയ്യും. ഞാൻ എല്ലാ പരാജയങ്ങളെയും ഭരണത്തിൽ നിൽക്കുന്നവരുടെ സമരം ഏറ്റെടുക്കണം KSU. അതിന് പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസ് പോകേണ്ടത് എന്ന് പറയുന്നത് ബാലിശമാണ്. അങ്ങനെയല്ല. നിങ്ങൾക്ക് ആർക്കെതിരെ എന്താണ് രാഷ്ട്രീയം യൂത്ത് കോൺഗ്രസിന്? അത് പറയും. യൂത്ത് കോൺഗ്രസിന്റെ കേരളത്തിൽ നിന്നല്ല, യൂത്ത് കോൺഗ്രസിന് രാഷ്ട്രീയമുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ 1968 കഥ പറഞ്ഞത്. യൂത്ത് കോൺഗ്രസിനുള്ളത് കേരളത്തിലെ പിണറായി വിജയനും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും രാജിവെക്കുക എന്ന ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അതാണോ ആ സംഘടനയുടെ ലക്ഷ്യം? അല്ല, ഭരണവുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങൾ അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ കേന്ദ്രം നടപ്പാക്കുന്ന സംഘവൽക്കരണത്തിനെതിരെ, കാവ്യവൽക്കരണത്തിനെതിരെ, സിലബസ് പരിഷ്കരണത്തിനെതിരെ, ഈ പറയുന്ന പാദപൂജയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസും പ്രതികരിച്ചിട്ടുണ്ടല്ലോ. എത്ര പ്രതികരിച്ചിട്ടുണ്ട്? നിങ്ങൾ ഈ പറയുന്ന ഈ DYFI പോർത്തുനിർത്തല്ലാണ്ട് രണ്ടാം നിര നേതാവില്ല എന്ന വിമർശനം
അടുത്ത കാര്യം ഞാൻ പറയാം. രണ്ടാം നിര നേതാക്കളില്ല എന്ന് പറയുന്നു. ഇപ്പോൾ നമ്മുടെ മന്ത്രിസഭയിലുള്ളതും ഇപ്പോൾ പുറത്തു നിൽക്കുന്നതുമായ MLA-മാരുടെയും DYFIയിലെ അംഗങ്ങളുടെയും നിങ്ങൾ ബോധ്യപ്പെടുത്തുന്ന ആരെയാണ്? എന്നോടല്ല ചോദിക്കുന്നത്. ഞാൻ ഈ യോഗത്തിൽ ഞാൻ പറഞ്ഞതല്ല. അങ്ങനെ പറയരുത്. ഞാൻ പറഞ്ഞെന്താണ് ഈ യോഗത്തിൽ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്ന സാംസ്കാരിക പ്രവർത്തകർ അവരുടെ അഭിപ്രായമായി പറയുന്നു, നോക്കൂ പാർട്ടിയിൽ രണ്ടാം നിര നേതാക്കളെ കാണാനില്ല, ആളുകളെ സ്വാധീനിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ആകർഷിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ മതിയോ എന്നത് 22 ലക്ഷത്തോളം 23 ലക്ഷത്തോളം അംഗങ്ങളുള്ള സംഘടനയാണ് DYFI. ആ സംഘടന അന്ന് മുതൽ ഇന്ന് വരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഒരു തരത്തിലും നേതൃരാഹിത്യം ഉണ്ടായിട്ടില്ല. എന്നാൽ നേതൃരാഹിത്യം ഉണ്ടായതിന്റെ പേരിൽ നിന്ന് മാത്രമല്ല, ഒരു നിമിഷം സ്വന്തം മണ്ഡലത്തിൽ നിന്ന് 50,000 രൂപ പോലും പിരിച്ചു കൊടുക്കാൻ കഴിയാതെ 13 പേരെ സസ്പെൻഡ് ചെയ്ത സംഘടനയുടെ പേര് യൂത്ത് കോൺഗ്രസ്. ഒരു പഞ്ചായത്തിൽ ഒരു മണ്ഡലം പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാൻ 15 പേരുടെ പിന്തുണ ഇല്ലാതെ പോയതിന്റെ പേരിൽ അവിടെ ഇല്ലാതായി പോയ സംഘടനയുടെ പേര് യൂത്ത് കോൺഗ്രസ് എന്നാണ്. കൊല്ലത്ത് സമരം നടത്താൻ വന്നപ്പോൾ അവിടെ 137-138 ഭാരവാഹികൾ ഉണ്ടായിരുന്നിട്ട് അവിടെ ആകെ 4-5 പേര് മാത്രം വന്നിട്ട് സമരം മാറ്റിവെക്കേണ്ടി വന്ന സംഘടനയുടെ പേര് യൂത്ത് കോൺഗ്രസ് എന്നാണ്. പിന്തുണയ്ക്കുന്നവരുടെ അകത്ത് നിന്ന് വന്നിരിക്കുന്ന വിമർശനത്തെ താങ്കൾ ഉൾക്കൊള്ളുന്നുണ്ടോ ഇല്ലയോ? ഞാൻ അങ്ങനെയല്ല ഉൾക്കൊള്ളുന്നത്. ഇത് പോരാ, ഇതിനേക്കാൾ വേണം. പക്ഷെ അവിടെ നിങ്ങൾ എങ്ങനെയാ താരതമ്യം ചെയ്യുന്നത്? ആനയും അണ്ണാനും പോലെയാ താരതമ്യം ചെയ്യുന്നത്. ആ അവസ്ഥയാണെന്നേ. അതാണ് എൻ്റെ വിഷയം. എനിക്ക് മനസ്സിലാകാതെ പോകുന്നത് യൂത്ത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ ലൈൻ എന്താ? കോൺഗ്രസിന് അധികാരം പിടിച്ചു കൊടുക്കുന്ന ഒരു ഏജൻസി മാത്രമാണോ DYFI? അതാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കേരളത്തിൽ DYFI BJPക്കെതിരെ റെയിൽ സമരം നടത്തുമ്പോൾ, കേന്ദ്രത്തിൽ നരേന്ദ്രമോദിക്കെതിരെ സമരം നടത്തുമ്പോൾ, കേരളത്തിൽ പിണറായി വിജയൻ അധികാരത്തിൽ വരാൻ വേണ്ടിയുള്ള സമരമാണോ നടത്തുന്നത്? ആ സമരമാണോ പൊതിച്ചോറ് കൊടുക്കുന്നത്? ചെടിച്ചട്ടി സമരം എന്തായിരുന്നു? പൂർണ്ണമായി അപലപിച്ച ആളല്ലേ? അങ്ങ് അപലപിക്കോ ഇല്ലേ എന്നുള്ളതല്ലോ എന്റെ നിലപാടായിരുന്നു ആ വിഷയത്തിൽ. മുമ്പ് വെച്ച് ഞാൻ പറഞ്ഞല്ലേ, രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അന്ന് കോൺഗ്രസ് അന്നത്തെ നിലയ്ക്ക് യൂത്ത് കോൺഗ്രസ് എടുത്ത സമരത്തെ പൂർണ്ണമായി അംഗീകരിച്ച ആളാണ് ഞാൻ. കാര്യം അന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അങ്ങനെ വേട്ടയാടിയത് ശരിയല്ല നിലപാടെടുത്ത ആളാണ്. പക്ഷെ അതൊന്നും കൊണ്ട് ഈ സംഘടനകളുടെ താരതമ്യം ശരിയാവില്ല. PJ കുര്യൻ പറഞ്ഞതിൽ എവിടെ തെറ്റെന്ന് പറയൂ? സംഘടനാ ദൗർബല്യമില്ലേ? PJ കുര്യൻ പറഞ്ഞതിൽ തെറ്റെന്നാണ് ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. യൂത്ത് കോൺഗ്രസിന് നേതാക്കളുടെ പ്രതികരണങ്ങളും രീതികളിലൊക്കെ കുറെ കുഴപ്പമുണ്ട്, അതിലൊരു തർക്കവുമില്ല. നേതാക്കൾ എല്ലാവരും ഒരുമിച്ചാണ് എന്ന അഭിപ്രായം എനിക്കില്ല. പക്ഷേ വിഷയങ്ങൾ ഏറ്റെടുത്ത് സമരം അല്ലല്ലേ ഈ പറയുന്നത് നവകേരള യാത്രയുടെ അങ്ങേയറ്റം ഇങ്ങേറ്റം കരിങ്കോടി സമരത്തെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? ഇതൊന്നുമല്ലാതെ ദേശീയ പ്രാധാന്യമുള്ള ഒരു വിഷയത്തിൽ യൂത്ത് കോൺഗ്രസ് ചലഞ്ച് ചെയ്യാം. ദേശീയ പ്രാധാന്യമുള്ള നോക്കൂ, നിങ്ങൾ അജണ്ടയ്ക്ക് അനുസരിച്ച് അവർ ദേശീയമായ സംഘടനയാണെന്ന്. അത് കേരളത്തിലുള്ള പ്രാദേശിക സംഘടനയല്ല. അങ്ങയുടെ ബുദ്ധിമുട്ട് എന്താണ്? കേരളത്തിൽ സർക്കാരിനെതിരെ സമരം ചെയ്യുന്നതാണോ? എന്തുകൊണ്ടാണ് ഗവർണറെയും പ്രധാനമന്ത്രിയെയും BJPക്കെതിരെയുമുള്ള സമരങ്ങളിൽ നിങ്ങൾ പങ്കാളികളാവാത്തത്? ഗവർണർക്കെതിരെ സമരം ചെയ്തു, അങ്ങ് അത് ആ ഭാഗം ഡിലീറ്റ് ചെയ്യും. ആ സമരം ചെയ്തപ്പോൾ പോരാ താങ്കളാണ് നിശ്ചയിക്കുന്നത്. താങ്കളാണോ? തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് എവിടെയാണെന്ന് അന്വേഷിക്കൂ. അല്ല കഴിഞ്ഞോന്നല്ല, ജില്ലാ പ്രസിഡന്റ് മാത്രമാണ് സമരത്തിലുള്ളത്. SFIയുടെ എത്ര പേരകത്ത് പോയെന്നറിയാമോ? എത്ര പേരകത്ത് പോയത്? അവരുടെ പേരിൽ എന്താ ഉള്ളത്? ഇപ്പോൾ VC എന്താ ചുമത്തിക്കൊണ്ടിരിക്കുന്നത്? പൊതുമുതൽ നശിപ്പിച്ചതടക്കമുള്ള ജാമ്യമില്ലാ വകുപ്പല്ലേ ചുമത്തിയിരിക്കുന്നത്? എത്ര പേരുണ്ട്? ആ കണക്കൊന്ന് താരതമ്യം ചെയ്ത് നോക്കൂ. അപ്പൊ കൂടുതൽ അങ്ങനെയാ SFI. ആത്യന്തികമായി യൂണിവേഴ്സിറ്റിയിലെ പ്രശ്നങ്ങൾ കൊണ്ട് ആരാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വിദ്യാർത്ഥികളാണ്. ആ വിദ്യാർത്ഥികൾക്ക് KSU പ്രശ്നമാണല്ലോ. KSU അവിടുത്തെ വിദ്യാർത്ഥികളല്ലേ? ഈ ഗവർണറുമായിട്ടല്ലേ ചർച്ചയ്ക്ക് പോയിരുന്നത്? ഗവർണറുമായിട്ട് ഇരുന്നിട്ട് ചായ കുടിച്ച് ചർച്ച നടത്തി എന്താണ് ഇന്ന് കേരളത്തിന് അറിയില്ലല്ലോ. അതാണോ? അതെന്താണ് നിങ്ങൾക്ക് തോന്നുമ്പോൾ ഒരുമിച്ചിരിക്കും. ജോലി എന്താ? മുഖ്യമന്ത്രി രാജിവെക്കുക, വീണ ജോർജ് രാജിവെക്കുക, ഇത് മാത്രമാണോ? തീരെ പറ്റുന്നില്ല. അല്ല അത് മാത്രമാണോ? അസ്കിതയുണ്ട് നല്ലോണം. അല്ല അത് മാത്രമാണോ?
അത് പറയൂ. അത് മാത്രമാണെങ്കിൽ അത് പറയൂ. വല്ലാതെ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ അതൊരു പ്രാദേശിക സംഘടനയായിട്ട് ഒതുങ്ങുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. അത്രേ ഉള്ളൂ. പി ജെ കുര്യനൊപ്പം അങ്ങ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. 100%. പി ജെ കുര്യൻ പറഞ്ഞത് മോഹമാണോ അതിന് പിന്നിലെന്ന് നമുക്ക് അതൊക്കെ നിങ്ങൾ അങ്ങനെയാണ്. സ്വന്തം നേതാക്കന്മാര് ഈ പറയുന്ന സത്യം പറയുന്ന സമയത്ത് സീറ്റ് മോഹികളെന്ന് വിളിച്ച് ആക്ഷേപിക്കും. അതൊക്കെ കോൺഗ്രസിന്റെ ചരിത്രത്തിലുള്ളതാണ്. ഞാൻ അതിനകത്തൊന്നും കമന്റ് ചെയ്യാനില്ല. പക്ഷേ ദേശീയ വിഷയങ്ങൾ ഉയർത്തിപ്പിടിക്കാതെ യൂത്ത് കോൺഗ്രസ് എത്ര കാലം മുന്നോട്ട് പോകുന്നോ അത്ര കാലത്തോളം ആ സംഘടനയുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് വലിയ പ്രശ്നത്തിലാവും. അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. Meet the editors.